എൻ്റെ ബാഗിനകത്ത് ഇപ്പോൾ ഒരു 3.5 കോടിയുണ്ട്. ഒന്ന് വിഷുവിന് വാങ്ങിച്ചത്, ഒന്ന് ക്രിസ്മസിനുള്ളത്, പിന്നെ ഒന്ന് ഓണക്കോടി ഞാൻ ഇട്ടില്ലായിരുന്നു. പിന്നെ ഒരു 1/2 കോടിയുണ്ട്, അത് എനിക്ക് മാത്രമുള്ളതാണ്, അത് വേറെ ആർക്കും ചെയ്തില്ല. കോടീശ്വരനാ. അല്ല, ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ അഭിനേതാവെന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും ഭിക്ഷക്കാരൻ്റെ റോള് കിട്ടില്ല. നന്നായി പോയി. ഭിക്ഷക്കാരൻ്റെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സൈസിൽ ഭിക്ഷക്കാരനോ ആൾക്കാർ ചിരിക്കും. അപ്പൊ പിന്നെ കിട്ടുകയാണെങ്കിൽ വില്ലന്റെ വേഷേ കിട്ടുള്ളൂ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മുത്തശ്ശന്റെ ചെയ്യുന്നു. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിച്ച വേറൊരു കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് ഒറ്റപ്പെടലിൽ തന്നെ ഇരുന്ന് പോകുമ്പോൾ നമ്മൾ കൈപിടിച്ച് ഉയർത്താൻ നമുക്കൊരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ബന്ധുവായിട്ടോ അങ്ങനെ ഒരു പേര് എടുത്തു പറയാനുണ്ടോ ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും? ആരെയും ഞാൻ എടുത്തു പറയേണ്ടത് ഇല്ല. ഇല്ല ഇല്ല സ്വന്തം കഥ ഞാൻ പറഞ്ഞ കടം ചോദിച്ചാൽ തരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. തിരിച്ചു കൊടുക്കാത്തത് ഇപ്പോൾ ഉണ്ട്. രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് തന്നവരുണ്ട്, മനസ്സറിഞ്ഞ് തന്നവരുണ്ട്. ഇല്ല, ഒന്നുമല്ല. അതൊന്നും അല്ലെങ്കിൽ ഞാനൊന്നും ആവില്ലല്ലോ. എനിക്കൊന്നും 1 മാസം വാടക കൊടുക്കാൻ പറ്റാത്ത, 1 മാസം വർക്ക് ഉണ്ടാവില്ല. എനിക്ക് 4 മാസത്തോളം വർക്കില്ലാണ്ടായി. എങ്ങനെ പോകും, എന്ത് ചെയ്യും? അതിൻ്റെ ഇടയ്ക്ക് അസുഖങ്ങൾ വരും. അതൊക്കെ നമ്മൾ നോക്കണ്ടേ? പറയാ അത് ഞാൻ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഓരോരാൾ പറയും, ഓ ഇത് മറ്റേ എല്ലാവർക്കും ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി, അവരെ സ്നേഹം കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്ന് വിചാരിക്കും. ഇത്രയും ജീവിതങ്ങൾ ഒത്തിരി ഉണ്ട്, ഇങ്ങനെ അനുഭവിച്ചവർ ഒത്തിരി പേരുണ്ട്. തീർച്ചയായും അത് പറയാൻ മടിക്കുന്നവരുണ്ടാവും. ഒരുപാട് ആൾക്കാർ പറയാൻ മടിക്കുന്നവരാണ്. ലൈഫ് വെറുതെ കളയുന്നത്. ഞാനും വേണ്ടാന്നൊക്കെ വെച്ച് നടന്ന കല്യാണം വേണ്ട. കാരണം എന്താണ്, പച്ചവെള്ളത്തിൽ അല്ല ചൂടുവെള്ളത്തിൽ വീണ പോച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞൊരവസ്ഥ. വേണ്ടാന്ന് പറഞ്ഞ് നടന്നിരുന്ന. പക്ഷെ എല്ലാവരെയും ഈ കുത്തുവാക്കുണ്ടല്ലോ, അതൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് എനിക്കൊന്നും സത്യമാണ്, ശരിയാണ്. ഒരു പെണ്ണ് വിചാരിച്ചത് നേടാൻ പറ്റും? ഒന്നും നേടാൻ പറ്റില്ല. മാന്യമായ രീതിയിലൊന്നും നേടാൻ പറ്റില്ല. പല വഴിയിലും പോയാൽ നേടാൻ പറ്റും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നതാണ്. തീർച്ചയായും മാന്യമായിട്ട് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത സമൂഹമാണ്. അല്ല, മാന്യമായ രീതിയിൽ പോയ ഒരാൾക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണ് പലരും പല രീതിയിലും പോയി പൈസ ഉണ്ടാക്കേണ്ടി വരുന്നത്. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ തന്നെയും ഭാര്യ പോകുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിനെ കൊള്ളാത്തത് കൊണ്ടാണ് ഭാര്യ പോകേണ്ടി വരുന്നത്, അല്ലേ? നേരെ മറിച്ച് രണ്ടാളും നല്ല ഐക്യത്തിലും കുടുംബം നോക്കുന്നവരാണെങ്കിൽ ഒരു ഭാര്യക്കും പോകേണ്ടി വരില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളിപ്പം പത്രങ്ങൾ വായിച്ചാലും ചാനലുകൾ തുറന്നാലും സ്വന്തം അച്ഛനിൽ നിന്നും മകൾക്ക് ഉണ്ടാകുന്ന വീട് കഥകളൊക്കെ നമ്മൾ വായിക്കുന്നത് സംഭവം നമ്മൾ കാണുന്നതാണ്. വൺ ഓഫ് കേസ്. എല്ലാ സമയത്തും അങ്ങനെ ആവണം എന്നില്ല. ഒരിക്കലും ഇത്തരം കേസുകളൊക്കെ കാണുമ്പോൾ ഇപ്പം ഇതിലേക്ക് പോകണം. ഇപ്പം നിങ്ങൾ വിവാഹം കഴിച്ച് നമ്മൾ സന്തോഷമായി ജീവിക്കുന്ന കുടുംബത്തിലേക്ക് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, സ്വന്തം അച്ഛനിൽ നിന്നും വീട്ടിലുള്ള മക്കൾ പിന്നെ എങ്ങനെയാണ് ഒരു 2 അച്ഛനിൽ നിന്നും ഒരു മോളെങ്ങനെ സേഫ് ആവും, ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകാം എന്ന് ഞാൻ കാണുന്നു. അത്തരം ഒരു ചിന്താഗതി ആരും ഇല്ല സമൂഹത്തിൽ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർക്ക് സത്യം ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തവരാണ്. അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മനസ്സിൽ, ഞാൻ പണ്ട് സീരിയൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞ് സിനിമ ചെയ്യുന്ന സമയത്തായാലും റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഞാൻ ആലോചിച്ചിട്ട് ഒറ്റൊരു കാര്യമുള്ളൂ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് ആൾക്കാർ മോശമായിട്ട് സംസാരിക്കും. അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.